നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 31 വെള്ളിയാഴ്ചയാണ്. വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി 25,900 താഴെയായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ തന്നെയാണ് കൂടുതലായി ഇടിഞ്ഞിരിക്കുന്നത്. കൂടാതെ നിഫ്റ്റി 50-ലെ 50-40 സ്റ്റോക്കുകളും ഇന്നലെ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സംബന്ധിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെയും കാണുക. ഇനി ഇന്നത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളിലേക്കാണ്. ആദ്യം ഇന്നലെ ഫോക്കസിൽ ഉണ്ടായിരുന്ന ഒരു വാർത്ത ട്രംപും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ആ ഒരു കൂടിക്കാഴ്ച സംബന്ധിച്ച വാർത്ത തന്നെയായിരുന്നു. US പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും ബുസാനിൽ പുതിയ വ്യാപാര കരാറിലെത്തി. ഫെന്റലൈനുമായി ബന്ധപ്പെട്ട വ്യാപാരത്തിൽ 10% കുറവ് ഉൾപ്പെടെ ചൈനീസ് ഇറക്കുമതികൾക്കുള്ള US തീരുവ 57%-ൽ നിന്ന് 47%-ആയി കുറച്ചു. ചൈനയുടെ പ്രതിബദ്ധത ഇത്തരത്തിലാണ്. നിയമവിരുദ്ധമായ ഫെന്റലൈൻ വ്യാപാരം നിർത്തുക, US സോയാബീൻ വാങ്ങലുകൾ 12 ദശലക്ഷം ടൺ പുനരാരംഭിക്കുക, റയർ എർത്ത് എലമെന്റ്സ് കയറ്റുമതി നിയന്ത്രണങ്ങൾ 1 വർഷത്തേക്ക് താൽക്കാലികമായി നിർത്തുക, ഇതൊക്കെയാണ് ചൈന ഇനി പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിട്ട് വരുന്നത്. ഈ ഒരു വാർത്ത ഇന്ത്യയെ സംബന്ധിച്ച് നെഗറ്റീവ് ആവാനുള്ള സാധ്യതകളുണ്ട്. കാരണം ചൈനയുടെയും US-ന്റെയും ട്രേഡ് ടെൻഷനുകൾ കുറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് നെഗറ്റീവാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് US-ലുള്ള ഡിമാൻഡ് കുറയാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ സോയാബീൻ കയറ്റുമതിയിലൊക്കെ വലിയ രീതിയിൽ ചൈന മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അത് അഗ്രികൾച്ചർ സെക്ടറിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിനൊക്കെ അത് ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അടുത്തതായി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച ഒരു വാർത്തയിലേക്കാണ്. വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ FPIs ഒക്ടോബറിൽ 21,286 കോടി രൂപ നിക്ഷേപം സ്വീകരിച്ച് അറ്റ വാങ്ങലുകാരായി മാറി. 3 മാസത്തെ സെല്ലിംഗ് ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലെ FPIs-ന്റെ ഷോർട്ട് പൊസിഷനുകൾ 3 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലാണ്. ജൂലൈ അവസാനത്തിൽ അത് 90%ആയിരുന്നു. ഇപ്പോൾ അത് ഏകദേശം 75%ആണ്. ഏതായാലും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ബൈയിങ്ങിലേക്ക് മാറുന്നത് തികച്ചും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 2023 ഷോർട്ട് പൊസിഷനുകളിലെ കുറവ് കാരണം 1 മുതൽ 3 മാസത്തിനുള്ളിൽ നിഫ്റ്റിയും സെൻസെക്സും ഏകദേശം 5 മുതൽ 10% റാലിയാണ് ഉണ്ടാക്കിയത്. മറ്റൊരു വാർത്തയിലേക്ക്, 50% അധിക തീരുവ നേരിടേണ്ടി വന്നിട്ട് US-ലേക്കുള്ള എഞ്ചിനീയറിംഗ് കയറ്റുമതിയിൽ സെപ്റ്റംബറിൽ 9.4% കുറവ് ഇപ്പോൾ വന്നിരിക്കുന്നു. സ്റ്റീൽ, അലുമിനിയം കയറ്റുമതിയിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കയറ്റുമതി ശക്തമായി തന്നെ തുടരുന്നു. US-ലേക്കുള്ള ഇരുമ്പ്, സ്റ്റീൽ കയറ്റുമതി 77% വർദ്ധിച്ച് $394 മില്യൺ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലെ കണക്കാണിത്. 2026 സാമ്പത്തിക വർഷത്തിലെ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ മൊത്തത്തിലുള്ള US എഞ്ചിനീയറിംഗ് കയറ്റുമതി 8% വർദ്ധിച്ച് $10.04 ബില്യൺ. ഏതായാലും നമ്മൾ വാർത്തയുടെ വിശദാംശത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഏതൊക്കെ സെക്ടറുകൾക്കാണ് ഇപ്പോഴത്തെ ഈ വാർത്ത പോസിറ്റീവും നെഗറ്റീവുമായി മാറുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. മെറ്റൽ സെക്ടർ, സ്റ്റീൽ ആൻഡ് അലുമിനിയം സെക്ടറിന് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയൽ മെഷീനറി സെക്ടറിന് പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. മെഷീനറി ആൻഡ് ക്യാപിറ്റൽ ഗുഡ് സെക്ടറിനും പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് ഇമ്പാക്റ്റ് ആവാൻ സാധ്യതയുള്ളത് ഓട്ടോ കോമ്പണന്റ് സെക്ടറും UAE ഫോക്കസ്ഡ് എക്സ്പോർട്ടുകൾക്കുമാണ്. അടുത്തതായി US മാർക്കറ്റുകളിലേക്ക്. വലിയ ടെക് കമ്പനികളുടെ റിസൾട്ടുകൾ പുറത്തു വന്ന ഒരാഴ്ചയായിരുന്നു ഇത്. പ്രത്യേകിച്ച് ഇന്നലെ ആമസോണിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ആമസോൺ ഏകദേശം 13% റാലിയാണ് US-ൽ ഉണ്ടാക്കിയത്. അതിനുശേഷം ആപ്പിളിൻ്റെ റിസൾട്ടും എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്നത് തന്നെയായിരുന്നു. 3% നേട്ടമുണ്ടാക്കി. കൂടാതെ നെറ്റ്ഫ്ലിക്സ് 10:1 എന്ന അനുപാതത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തും എന്നുള്ള വാർത്ത പുറത്തു വന്നതോടെ നെറ്റ്ഫ്ലിക്സും 3% നേട്ടമുണ്ടാക്കി. ചൈനയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത ഇതിനോടകം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് 1.45% ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ ഒരു മ്യൂട്ടഡ് അവസ്ഥയിലും. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്ക് 0.95% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് 0.30% ഇടിഞ്ഞത്. ഇന്നലെ 8% ഇടിവ് ADR-ൽ ഉണ്ടാക്കിയ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ചെറിയ ഒരു പോസിറ്റിവിറ്റിയിൽ മാത്രം 0.3% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ വിപണിയിലേക്ക്. യൂറോപ്യൻ വിപണികൾ ഇന്നലെ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. നിരവധി പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളാണ് ഇന്നലെ യൂറോപ്പിൽ നിന്നും പുറത്തു വന്നത്. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നാൽ ഇന്നലെ ഒരു ഉണർവാണ് ഗോൾഡ് പ്രൈസുകളിൽ കാണാൻ കഴിയുന്നത്. സ്പോട്ട് ഗോൾഡ് 2% അടുത്ത് ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 89,080 രൂപയാണ്. ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ $109,000 ട്രേഡ് ചെയ്യുന്നു.
ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ദക്ഷിണ കൊറിയയിൽ US പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ട്രംപ് ചൈനയ്ക്കെതിരായ തീരുവ കുറച്ചതോടെ US ചൈനയും തമ്മിലുള്ള വ്യാപാര തർക്കം അവസാനിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. ഇതോടെ എണ്ണവില ഇടിയുകയുണ്ടായി. ബ്രന്റും WTIയും 0.6% ഇടിഞ്ഞത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.47% നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 0.40% നേട്ടത്തിലും. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 20 പോയിന്റ്സ് നേട്ടത്തിൽ 26,042 എന്ന നിലയിലാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 10 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ വിപണിയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള വാർത്തകളായി വരുന്നത്. അടുത്തതായി ഇനി സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്, ഇന്നത്തെ കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക് വരാം. അതിനു മുന്നേ ആയി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 55% ഡിസ്കൗണ്ടോടുകൂടി വെറും 1299 രൂപയ്ക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നലെ ഒരുപാട് കമ്പനികളുടെ റിസൾട്ട് വന്ന ഒരു ദിവസം തന്നെയായിരുന്നു. അത്തരത്തിൽ റിസൾട്ട് വന്ന കുറച്ച് കമ്പനികൾ ITCയുടെ Q2 റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റിൽ 2% വർധനമാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 5179.8 കോടി രൂപയിലായിരുന്നു പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 3.4% വർധനമാണ്. 18,021.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. റവന്യൂവിൽ ഒരു ഇടിവാണ്. എബിറ്റയിൽ 2.1% വർധനവ് വന്നിരിക്കുന്നു. കമ്പനി ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റും റവന്യൂവും ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ തന്നെയാണ് പുറത്തു വന്നത്. അടുത്ത് NTPC എന്ന കമ്പനിയുടെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 0.1% മാത്രം വർധനവാണ് ഇയർ ഓൺ ഇയറിൽ രേഖപ്പെടുത്തിയത്. 4,653.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ പക്ഷേ 2.9% ഇടിവാണ് വന്നിരിക്കുന്നത്. 39,166.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത DLFന്റെ റിസൾട്ട്. നെറ്റ് പ്രോഫിറ്റിൽ 14.6% ഇടിവ് വന്നിരിക്കുന്നു. 1,180 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 16.8% ഇടിവ് വന്നു. അടുത്തത് ഡാബർ ഇന്ത്യയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 6.5% വർധനവ് വന്നിരിക്കുന്നു. 444.8 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 5.4% വർധനവ് വന്നിരിക്കുന്നു. 3,191.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് സ്വിഗ്ഗി എന്ന കമ്പനിയുടെ റിസൾട്ടാണ്. നെറ്റ് ലോസ് വർദ്ധിച്ചിരിക്കുകയാണ്. 1,092 കോടി രൂപയിലാണ് ലോസ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 626 കോടി രൂപയായിരുന്നു കമ്പനിയുടെ ലോസ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ റവന്യൂവിൽ 54.4% ഒരു വർധനവ് വന്നിട്ടുണ്ട്. 5,561 കോടി രൂപയിലാണ് റവന്യൂ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വിഗ്ഗിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളേക്കാൾ കൂടുതലായിരുന്നു നെറ്റ് ലോസ് ആയിട്ട് ഇത്തവണ രേഖപ്പെടുത്തിയത്. പക്ഷേ റവന്യൂ ഗ്രോത്ത് സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നത് പോസിറ്റീവായിട്ടുള്ള ഘടകം തന്നെയാണ്. അടുത്ത് ബന്ധൻ ബാങ്ക് എന്ന കമ്പനിയുടെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 88% ഒരു ഇടിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 111.9 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 11.8% ഒരു ഇടിവും വന്നിരിക്കുന്നു. അടുത്തത് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 13.9% വർധനവ് വന്നു. റവന്യൂവിൽ 10.4% വർധനവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത യുണൈറ്റഡ് സ്പിരിറ്റ്സ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 464 കോടി രൂപയാണ്. അതായത് 36.1% വർധനമാണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. റവന്യൂവിൽ 11.6% വർധനവാണ് രേഖപ്പെടുത്തിയത്. 3,173 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്ത് TD പവർ സിസ്റ്റംസ് എന്ന കമ്പനി. നെറ്റ് പ്രോഫിറ്റിലും റവന്യൂവിലും നല്ല വർധനവ് വന്നിരിക്കുന്നു. നെറ്റ് പ്രോഫിറ്റിൽ 45.8% വർധനവ് വന്നു. 60.2 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 47.7% വർധനവും വന്നിരിക്കുന്നു. അടുത്തത് മണപ്പുറം ഫിനാൻസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 62% ഇടിവ് വന്നു. 217.3 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 18.5% ഇടിവ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ പേര് മാത്രം ഒന്ന് നോക്കാം. മാരുതി സുസുക്കി ഇന്ത്യ, ശ്രീറാം ഫിനാൻസ്, ഗെയിൽ ഇന്ത്യ, വേദാന്ത, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ബാങ്ക് ഓഫ് ബറോഡ, ACC, ആപ്റ്റസ് വാല്യൂ ഹൗസിംഗ് ഫിനാൻസ് ഇന്ത്യ, ബജാജ് ഇലക്ട്രോണിക്സ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഭാരത് ഇലക്ട്രോണിക്സ്, ഇക്വിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, കൽപ്പതാരു പ്രൊജക്ട്സ് ഇന്റർനാഷണൽ, ഡോക്ടർ ലാൽപത് ലാബ്സ്, പതഞ്ജലി ഫുഡ്സ്, ഫോണിക്സ് മിൽസ്, RR കേബിൾ, സമ്മൻ ക്യാപിറ്റൽ, സ്കാഫ്ലർ ഇന്ത്യ, സ്പന്ദന സ്പോട്ടിഫൈ തുടങ്ങിയ കമ്പനികളാണ്. ഇനി F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് സമ്മൻ ക്യാപിറ്റൽ മാത്രമാണ്. അടുത്തായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FIS ഇന്നലെ 3,151 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 2,578 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. മാർക്കറ്റിനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. FIS കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് നല്ല സെല്ലിങ്ങിൽ തന്നെയാണുള്ളത്.
ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കുമാണ്. നിഫ്റ്റി 25,878 176 പോയിന്റ്സ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഒരു ഡബിൾ ടോപ്പ് ഫോം ചെയ്തതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ടത് ഒക്ടോബർ 24 ക്യാൻഡിലിൻ്റെ ലോ ആയിട്ടുള്ള 25,725 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ താഴെയുള്ള സപ്പോർട്ട് ട്രെൻഡ് ലൈനിലേക്ക് നിഫ്റ്റി വരാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ കഴിഞ്ഞ ആഴ്ച നിഫ്റ്റിയിൽ ഫോമായ വീക്ക്ലി ക്യാൻഡിൽ കൂടി നമ്മൾ കുറച്ച് ദിവസം മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജി സമാനമായ ഒരു ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതിൻ്റെ ലോയും 25,725 തന്നെയാണ്. അപ്പോൾ ഏകദേശം ഇത് രണ്ടും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഡൗൺ സൈഡിലേക്ക് ഒരു ബിയർഷ്നെസ്സിനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ കഴിഞ്ഞ 8 ട്രേഡിംഗ് ദിവസങ്ങളിലായിട്ട് ഒരു സൈഡ് വേസിലായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 25,900 സ്ട്രൈക്കിൽ 17% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്, ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 411% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 25,850 സ്ട്രൈക്കിൽ 38% വർധനവ്, പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 285% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് കാണുന്നത്. 25,950 സ്ട്രൈക്കിൽ 38% ഇടിവാണ്, ഒരു ലോങ് അൺവൈൻഡിങ്. കോൾ സൈഡിൽ 481% വർധനവ്, ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കിംഗ് കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. ഇനി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,850 റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,000 ബാങ്ക് നിഫ്റ്റിയിലേക്ക് 58,031 354 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 57,480 പ്രധാനപ്പെട്ട ഒരു ലെവലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒക്ടോബർ 24 ലോ ആണത്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 57,400 ഒരു സപ്പോർട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 58,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 58,000. ഇത് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. മറ്റൊരു കാര്യമുള്ളത്, ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിനാണ് അത് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.